Hello. അടുത്ത നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 4 മണിക്ക് അലാറം അടിച്ചപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനിങ്ങനെ ഞെക്കി 4:30 ആയപ്പോഴാട്ടോ എഴുന്നേറ്റത്. അപ്പുക്കുട്ടൻ ഇന്ന് തൊട്ട് സ്കൂളിൽ എക്സാം തുടങ്ങുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. കാരണം ഇവൻ എക്സാമൊക്കെ എഴുതിയിട്ട് അമ്മ സൂപ്പർ, അമ്മ പൊളിച്ചു എന്നൊക്കെ പറയും. മാർക്ക് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേന് അയ്യോ എന്തുവാടാ ഇത്. അപ്പോൾ എന്നോട് പറയും അമ്മ വിഷമിക്കേണ്ട, എൻ്റെ കൂടിരിക്കുന്ന കൂട്ടുകാരൻ ഇതിലും കുറവാണ്, അതുകൊണ്ട് അമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ അവൻ ആശ്വസിപ്പിക്കാൻ നിൽക്കും കേട്ടോ. ഇപ്പം പിന്നെ ശ്രൂചേച്ചി അവനെ ഇങ്ങനെ വഴുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പഠിച്ചത് പിറ്റേ ദിവസമാകുമ്പോൾ മറന്നു പോകും. അതാണ് പ്രശ്നം. കാരണം അവന് വലിയ താല്പര്യം കാണിക്കത്തില്ല പഠിക്കാൻ. അവന് പടം വരയ്ക്കാനാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പം രാവിലെ ഞാൻ ഇങ്ങനെ വെട്ടമൊക്കെ ഇട്ടിട്ട് പിന്നെ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നേരെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ക്ലോക്ക് കുറച്ചൊരു ഫാസ്റ്റാക്കി വെച്ചേക്കാണ് കേട്ടോ ഞാൻ. മുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേന് ഉറക്കപ്പിച്ചൊക്കെ അങ്ങ് പോയി. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ, പതിവിലും തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ മുകളിലത്തെ നിലയിൽ ഹീറ്റർ നമ്മൾ വച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റെപ്പ് കയറാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അടുപ്പിൽ വെള്ളം തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ ചോറ് കുറച്ച് അധികം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 തവണ കഴുകിയിട്ട് അങ്ങ് അടുപ്പത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ചോറ് രാത്രി വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അധികം വരും. പിന്നെ ഫ്രീസറിലിരുന്ന സാധനങ്ങളെല്ലാം എടുത്തങ്ങ് പുറത്ത് വെച്ചു. കാരണം നമ്മൾക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് അലിയാൻ തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അരിയാണെങ്കിൽ ഞാൻ ചെറിയ തീയിലാട്ടോ വച്ചേക്കുന്നത്. ഈ വെള്ളം കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ പിടിക്കുന്നത്. അപ്പോൾ അരി എടുത്ത് വെച്ചു, ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചു. അപ്പോൾ ഇനി എനിക്ക് പതുക്കെ പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പണ്ട് ഈ ഇൻഡക്ഷൻ കുക്കർ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ഈ തിളച്ച വെള്ളത്തിലെ ആ ഒരു പാത്രത്തിൽ എങ്ങനെ വെറും കൈയോടെ പിടിക്കുന്നതെന്നൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ പാത്രത്തിൽ പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അതാ കൂളായിട്ട് ഞാൻ കൊണ്ടുപോയി ബക്കറ്റിൽ ഒഴിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് ഉറക്കപ്പിച്ചും കാര്യങ്ങളും എല്ലാം പോയി. ഇപ്പോൾ നമുക്ക് രാവിലെ എന്നോട് എല്ലാവരും ചോദിക്കും എന്തിനാ കുളിക്കുന്നത്, വൈകുന്നേരം കുളിച്ചാൽ പോരെയെന്ന്. ഞാൻ എല്ലാ ദിവസമൊന്നും കുളിക്കാറില്ല, പക്ഷെ കുളിക്കുന്ന ദിവസം ഭയങ്കര ഒരു സുഖമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വയ്യെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കുളിച്ചോളൂ. പക്ഷെ കുളിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒട്ടുക്കത്ത തണുപ്പായിരിക്കും കേട്ടോ. എങ്ങനെയാണെങ്കിലും രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുകയാണ്. ഈ വിറ്റാമിൻ സി സിറം സ്കിന്നിന് നല്ലതാണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഈ ഇടത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഡെർമാക്കോയുടെ 15% വിറ്റാമിൻ സി ഫേസ് സിറം. ഒരുപാട് സിറംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ റിസൾട്ട് തന്ന സിറം ഇതാണ് കേട്ടോ. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല നമുക്ക് ഈ മുഖക്കുരു വന്ന പാടുകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല പോലെ റിഡ്യൂസ് ആവും. ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയ 5% നയാസിനമൈഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലെമിഷസിനെയും ആക്നെ വന്ന മാർക്സ് ഒക്കെ നല്ല പോലെ റിഡ്യൂസ് ആയി മാറും. നല്ല പോലെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ പോർസ് ഒക്കെ നല്ല പോലെ മിനിമൈസ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ സേഫ് ഗാർഡ് ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ ഈ ഒരു സിറം. 3 തൊട്ട് 6 ആഴ്ചക്കുള്ളിൽ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരുടെയും കയ്യിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സിറമാണ് കേട്ടോ ഇത്. അപ്പോൾ സിറം മാത്രം യൂസ് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഈ ഒരു സൺസ്ക്രീനിൽ SPF 50 ആൻഡ് PA++++ ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ മണവും കാര്യങ്ങളും ഒന്നുമില്ല, ഒട്ടും വൈറ്റ് കാസ്റ്റും തരത്തില്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ ഇയും കൊണ്ടാണ്. ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് സൺ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. നല്ല സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ, ബട്ടർ പോലെ. പിന്നെ ഡെർമാക്കോക്ക് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവിലൂടെ അവർ 20,000+ സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ പർച്ചേസിലൂടെ നമുക്ക് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനെ ഭൂമി ഫൗണ്ടേഷനിലൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള കല്യാണി 2025 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അവരുടെ വെബ്സൈറ്റിൽ, അതായത് thedermaco.com അതിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. പിന്നെ ഈ പ്രോഡക്ട്സ് എല്ലാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിലും എല്ലാം അവൈലബിൾ ആണ്. മുഖത്ത് മാത്രമല്ല ഞാൻ കയ്യിലും എല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സൺസ്ക്രീന്. അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അപ്പം ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു.
ഇതിൻ്റെ ഇടയിൽ സീച്ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അരി തിളച്ചപ്പോൾ അത് സൈഡിലോട്ട് അങ്ങ് ഊറ്റി മാറ്റി വെച്ചു. പിന്നെ ഏട്ടനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടുക്കളയിൽ വന്നിരിക്കും. അങ്ങനെ ഇന്ന് രാവിലത്തേക്ക് ഞാൻ ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. മാവ് അരച്ച് വയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം അപ്പുക്കുട്ടൻ്റെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ ഞാനൊരു ദോശമാവിൻ്റെ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയാകുമ്പോൾ രാവിലെ ഭയങ്കര എളുപ്പമാണല്ലോ, നമുക്ക് ചൂടോടെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് പൊട്ടിച്ച് പാത്രത്തിലോട്ടിട്ട് കുറച്ച് കഴുകിയും കൂടി ഇട്ടിട്ട് ആ പാത്രം ഇപ്പം ഞാൻ ആ ഒരു കവർ കഴുകി സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. അത് ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോൾ വേസ്റ്റിലിടാമെന്ന് വിചാരിച്ചു. കഞ്ഞിവെള്ളം ഞാൻ കളയുകയാണ്. പണ്ടൊക്കെ ഇത് കുടിക്കാൻ എടുക്കുമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ എടുക്കാറില്ല. കാരണം അരി കഴുകുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ മുഴാന്നിരിക്കും. അപ്പം പിന്നെ ഇനി പ്ലാസ്റ്റിക് കുടിച്ച അസുഖമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് കുടിക്കാറില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് കതവ് തള്ളി തുറന്ന് നമ്മുടെ പൂച്ചക്കുട്ടനകത്തോട്ട് വന്നു കേട്ടോ. പക്ഷേ ഇവക്കുണ്ടല്ലോ നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവും. ഞാൻ പുറത്ത് പോകാൻ പറഞ്ഞപ്പോൾ ആ വഴി തന്നെ അങ്ങ് പുറത്തോട്ട് പോയി. ഞാൻ അകത്തോട്ട് കയറ്റാറില്ല കേട്ടോ. പുറത്ത് കളിയും ചിരിയൊക്കെയാണ്. പണ്ട് ഇവിടെ പൂച്ച ആർക്കും അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട് ഇപ്പോൾ പൂച്ച ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. മാത്രമല്ല പ്രസവിച്ച് കിടക്കുക കേട്ടോ മുകളിൽ. അതുകൊണ്ട് 3 നേരവും ഇവിടെ നിന്നാണ് അവൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ അടുക്കള തുറന്നു കഴിഞ്ഞാൽ ആദ്യം അവളും എൻ്റെ കൂടെ അവിടെ കാണും കേട്ടോ മുറ്റത്ത്. മുടി ഒരുപാട് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാട്ടോ കെട്ടിവെക്കാത്തത്. പിന്നെ ഞാനങ്ങ് മറന്നും പോയി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. കുളിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് ചൂടും എടുത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഇന്നലെ ചൂര വെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് മുളകും മല്ലിയൊക്കെ ചൂടാക്കിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊന്നും ഇടുന്നില്ല, മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും ഈ കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ പുളിയും മുളകും അല്ലെങ്കിൽ മാങ്ങയിട്ട് ചൂരക്കറി വയ്ക്കും. മാങ്ങയിട്ട് ചൂരക്കറി വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വച്ച് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു അരപ്പ് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ മിക്സിക്കകത്തോട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങ് അടിച്ചെടുക്കുകയാണ്. 6 മണിയാവുന്നു കേട്ടോ. ഞാൻ അപ്പുക്കുട്ടനെ വിളിക്കാൻ പോവുകയാണ്. കാരണം 6 മണിക്ക് അവനെ എഴുന്നേക്കണമെങ്കിൽ അല്ലെങ്കിൽ 6:30 അവനെ എഴുന്നേക്കണമെങ്കിൽ അവനെ ഇപ്പോഴേ വിളിച്ച് തുടങ്ങണം. അതുകൊണ്ട് ഞാൻ അപ്പുക്കുട്ടനെ വിളിക്കാൻ പോവുക. 6 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ ഇപ്പോഴേ ചെന്നൊന്ന് വിളിക്കണം കേട്ടോ. ഒന്ന് വിളിച്ചപ്പോൾ അമ്മ ഒരു 10 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ ചൂടോടെ ദോശ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഏട്ടന് ഇറങ്ങാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്. ദോശ ഇട്ട് അവസാനം എൻ്റെ മുഖത്തെല്ലാം മാവ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂടോടെ ദോശ കൊടുക്കാൻ കാരണം ഏട്ടനിങ്ങനെ മൊരാന്നിരിക്കുന്ന കേട്ടോ ഇഷ്ടം. എനിക്കാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പരത്താത്ത ദോശയാവും എനിക്കും അപ്പുക്കുട്ടനും ഇഷ്ടം. ഏട്ടനിങ്ങനെ നല്ല മൊരാന്നിരിക്കുന്ന ദോശ ഇഷ്ടമായതുകൊണ്ട് ഞാൻ തണുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ചൂടോടെ ചുട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് 2 എണ്ണം കഴിച്ചപ്പോഴേ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത ദോശ ആവുന്ന വരെ സീച്ചറിനോട് കത്തിയടിച്ച് അടുത്തിരുന്നു കേട്ടോ. ഞാനുണ്ടല്ലോ വേണ്ടാന്ന് പറഞ്ഞാലും ഒരു ദോശയും കൂടെ എക്സ്ട്രാ കഴിപ്പിക്കാൻ നോക്കും കേട്ടോ. പക്ഷെ ഇന്നത് നേരെ എനിക്ക് നീട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആ പാത്രത്തിനെ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ പണി തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സീച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു, ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, പാത്രം കഴുകിയിട്ട് തിന്നണേ എന്ന് പേടിച്ചിട്ട് സീച്ചേട്ടൻ പറഞ്ഞു കേട്ടോ. കാരണം കാണുന്ന എല്ലാവരും ഒരേ രീതിയിൽ എടുക്കണമെന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിലുള്ള മിക്കവാറും ഉള്ളവരെല്ലാവരും ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർ കഴിക്കണ്ട കേട്ടോ. എനിക്കിതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അത് അപ്പു കഴിച്ചതിൻ്റെ ആണെങ്കിലും ഏട്ടൻ കഴിച്ചതിൻ്റെ ആണെങ്കിലും ഇനി എൻ്റെ അമ്മയും അച്ഛനും കഴിച്ചതിൻ്റെ ആണെങ്കിലും ഞാൻ ബാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടനാണെങ്കിൽ അത്ര കൊണ്ടുവന്ന് ദേഹത്ത് തേച്ച് തരികയാണ് കേട്ടോ, തീർന്നു പോയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചു. അപ്പം നമ്മുടെ അപ്പുക്കുട്ടന് പോകാനുള്ളതും ഏട്ടന് പോകാനുള്ളതും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് ഈ ഫാൻ്റെ കീഴിൽ നിന്ന് എന്തോ തേക്കുന്നതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ തേക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഈ സീച്ചേട്ടൻ പൗഡർ ഇട്ട് സോപ്പ് മുഖം ഇട്ട് കഴുകിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ സൺസ്ക്രീന് സിറം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടിച്ച് തേക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഓൺലൈനിൽ ഡെലിവറി വന്നു കേട്ടോ. ഇത് കാലിലൊട്ടിക്കുന്ന നഖമാണ്. അപ്പം ഞാനതെല്ലാം ഇങ്ങനെ എടുത്ത് പിച്ചി പറക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ, കാലിലൊട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കാലിൽ നഖം വളർത്തുന്നത് ഇഷ്ടമാണെങ്കിലും എനിക്കത് അങ്ങോട്ട് വാഴത്തില്ല കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ എൻ്റെ മുഖം തന്നെ കൊണ്ട് എൻ്റെ കൈ തന്നെ കൊണ്ട് എൻ്റെ മുഖമൊക്കെ മുറിയാറുണ്ട്. അതുകൊണ്ട് ഞാൻ നഖം വളർത്താറില്ല. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നഖം ഒട്ടിക്കാൻ നിൽക്കുന്നത്. ഒട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പിന്നെ ഷോർട്സിലൂടെ റിസൾട്ട് പറയാം കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് വച്ചപ്പോഴത്തേന് ഏട്ടൻ നിലത്തിരുന്ന് ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മച്ചുംപുറത്തിരുന്ന് ഷൂസ് ഇടാൻ പറ്റുമോ?
ഇല്ല മച്ചൻ പുറത്തിരിക്കണ്ട, നിലത്തിരുന്ന് തന്നെ ഷൂസ് ഇട്ടോ. അങ്ങനെ സീച്ചേട്ടൻ അവിടുന്ന് ഷൂ ഇടുമ്പം ഇനിയാണ് ദീപാവലി സിനിമയ്ക്കകത്തെ ജയൻ രവിയുടെ തൊട്ടിൽ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് ഓടിപ്പിക്കും കേട്ടോ. അയ്യോ കല്യാണി ഞാൻ അത് മറന്നു ഇത് മറന്നു എന്നും പറഞ്ഞ് ഓരോ തവണയും ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കേണ്ടി വരും. അതങ്ങ് യഥാർത്ഥത്തിൽ മറക്കുന്നതാണ്. ഇപ്പം 7 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ ഇങ്ങ് ശീലമായി. ഇവിടെ ഇപ്പം ഇത്രയും ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഏട്ടാ ഞാൻ കാലിൽ ഷൂ പോളിഷ് ചെയ്ത് തരട്ടെ, അനങ്ങിയാൽ നിന്റെ കൈ ഞാൻ വിട്ടു എന്നാട്ടോ ഈ പറയുന്നത്. കാരണം ഇത്രയും നാൾ നീ എൻ്റെ ഷൂ പോളിഷ് ചെയ്തിട്ടില്ല, ഇനി ഇത് ചെയ്തിട്ട് വേണം എല്ലാവരും കൂടെ എന്നെ എടുത്ത് പൊങ്കാല ഇടാനെന്നും പറഞ്ഞിട്ടാട്ടോ ഈ ചിരിക്കുന്നത്. അങ്ങനെ സീച്ചേട്ടൻ കാലിൽ ഷൂ പോളിഷ് ചെയ്തപ്പോൾ ഞാൻ അടുത്തിരുന്ന് ചെയ്ത് തരട്ടെ എന്നാട്ടോ സോറി ഷൂസിൽ ചെയ്ത് തരട്ടെ എന്നാട്ടോ ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സീച്ചേട്ടൻ ഓടി വാലും പൊക്കിക്കൊണ്ട് ഓടി കേട്ടോ എന്നെ പേടിച്ചിട്ട്. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു യൂണിഫോം എടുത്തോണ്ട് വാ, ഫോൺ എടുത്തോണ്ട് വാ, ഇങ്ങനെ ഓരോന്നും എടുത്തോണ്ട് വാ. ഇറങ്ങാൻ നേരത്തെ ഇതെല്ലാം ഓർക്കുന്നത്, എല്ലാം മറന്നു വയ്ക്കും. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇതുപോലെ മറക്കാറുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ അംഗം വെട്ടലും ഓട്ടപ്പാച്ചിലും എല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ആളെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ കൊണ്ടു കൊടുത്തപ്പോൾ അടുത്ത സാധനം എന്തോ എന്നോട് പറഞ്ഞിട്ട് അതിന് രണ്ടാമത് കൊണ്ടു കൊടുത്തിട്ട് ടാറ്റ ബൈ സീ യു ഒക്കെ പറഞ്ഞ ഏട്ടനെ ജോലിക്ക് പറഞ്ഞു വിട്ട് ഗേറ്റൊക്കെ അങ്ങ് അടയ്ക്കുകയാണ് കേട്ടോ. ഗേറ്റ് അപ്പം തന്നെ അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പട്ടി കയറും. അതുകൊണ്ട് നമുക്ക് ഗേറ്റ് തുറന്നിടാൻ പറ്റില്ല, എപ്പോഴും ഇതുപോലെ അടച്ചിടാനേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് നേരെ വന്നു. അങ്ങനെ സീച്ചേട്ടൻ പോയി കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ചെത്തുമാങ്ങ ഇരിക്കുന്നത് കണ്ടു. അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ കേട്ടോ. എൻ്റെ വായിൽ ഇങ്ങനെ ചെത്തുമാങ്ങാന്നേ വരത്തുള്ളൂ. അപ്പോൾ ഇത് സീച്ചേട്ടൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മുമ്മ കൊടുത്തു വിട്ടതാണ്. നല്ല കറുമുറാന്നിരിക്കും ഇത് കഴിക്കുമ്പോൾ. ഞാൻ ഇന്നലെ രാത്രി അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ചാട്ടോ അപ്പുകൂടെ കിടന്നുറങ്ങിയത്. അപ്പം ഞാൻ അവൻ്റെ റൂമിൽ ചെന്നിട്ട് കർട്ടനും ജനലും ഒക്കെ അങ്ങ് തുറന്നിട്ടു, കുറച്ച് ശുദ്ധവായു കയറിക്കോട്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അമ്മയുടെ പൊന്നെ എഴുന്നേക്കെന്ന് പറഞ്ഞ് കൊഞ്ചിച്ചു. അപ്പോൾ എണീറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കണം മര്യാദയ്ക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് ചാടി അവൻ അങ്ങ് എഴുന്നേറ്റ് ഫാനും അങ്ങ് നിർത്തി കേട്ടോ. ഫാൻ നിർത്തി കഴിഞ്ഞാൽ അപ്പുകൂട്ടം കണ്ണ് തുറക്കും. അത് കുഞ്ഞിലേ മുതലേ അങ്ങനെയാണ്. ഫാൻ ഓഫ് ചെയ്താൽ ഉറങ്ങുവാണെങ്കിൽ അപ്പോൾ എഴുന്നേക്കാറുണ്ട് അപ്പുകുട്ടൻ. അങ്ങനെ അവനെ എഴുന്നേപ്പിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം അങ്ങ് മടക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ. അപ്പം നിലത്ത് കിടക്കുന്നത് യോഗാമാറ്റാണ്. പക്ഷെ അപ്പുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ട്രെയിൻ പാളമാണ് അതിൽ. അത് അവൻ ട്രെയിനൊക്കെ വരച്ച് വെച്ചേക്കാണ് ആ യോഗ മാറ്റിൻ്റെ അകത്ത്. എന്നിട്ട് അതിൻ്റെ അകത്തിരുന്ന് കളിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി ഇവനെ എഴുന്നേപ്പിച്ചിട്ട് കുറച്ച് നേരം ഇരുത്തി ഒന്ന് വായിപ്പിക്കണം. അതായത് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് വായിപ്പിച്ചില്ലെങ്കിൽ അവൻ എക്സാം ഹാളിൽ ചെന്നിട്ട് അയ്യോ ഞാൻ മറന്നുപോയേന്ന് പറയും. അങ്ങനെ അപ്പുക്കുട്ടനെ ഒരുവിധം ബെഡിൽ നിന്ന് പൊക്കിയിട്ട് ഞാൻ അവനെ പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ. പല്ല് തേപ്പിക്കാൻ ഇപ്പോൾ അവന് പ്രത്യേകമായിട്ടൊരു പേസ്റ്റ് ഉണ്ട്, ഒരു ലെമണിൻ്റെ കുഞ്ഞ് പേസ്റ്റ്. അത് ഇഷ്ടമായതുകൊണ്ട് അത് വെച്ച് പല്ല് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ പേസ്റ്റൊന്നും ഇഷ്ടമല്ല. അവൻ അത് തേക്കുമ്പോൾ ഇല്ലെങ്കിൽ എരിക്കും, അവനിങ്ങനെ എരിയും എന്ന് പറയും ബ്രഷ് പേസ്റ്റ്. അതുകൊണ്ട് അവൻ അതുകൊണ്ടൊന്നും തേക്കത്തില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന് പല്ല് തേക്കാൻ ഇഷ്ടമല്ലാത്തത് പേസ്റ്റ് അവന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന്. അങ്ങനെ അവനെ ഒരുവിധം പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരുത്തി. ഈ സമയത്ത് ഞാൻ ദോശ ഇടാൻ വേണ്ടി പോയതാട്ടോ. കാരണം രാവിലെ അവൻ ആഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അവൻ പറഞ്ഞു അമ്മേ ഞാൻ പഠിച്ചോളാമെന്നും പറഞ്ഞിട്ട് ഇതാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താട്ടോ ഇത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു മോൻ പഠിച്ചോ? എല്ലാം സെറ്റ് അമ്മയെന്നാണ് പറഞ്ഞത്. അവന് കണ്ട ഒരു ആങ്ങി തൂങ്ങി ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ ദോശയും കൊണ്ട് വന്നിട്ട് അവന് വാരി കൊടുക്കാൻ നേരത്താണ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചത്. ഓൾറെഡി അവൻ അറിയായിരുന്നു കേട്ടോ, ചേച്ചി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവൻ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അവൻ ഇംഗ്ലീഷ് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന്. ഇനി മലയാളത്തിൻ്റെ എക്സാം വരുമ്പോഴാണ് പൂരം. കാരണം അവന് മലയാളം ഭയങ്കര പാടാണ്. അവനറിയത്തില്ല, അവന് ഇങ്ങനെ വലിയ പാടാണ് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ദോശയും കറിയൊക്കെ കൂട്ടി അവൻ ഒരു ദോശ കഷ്ടിച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ. കഴിച്ചിട്ടാണ് ഞാനിന്ന് കുളിപ്പിക്കുന്നത്. ഒട്ടും സമയമില്ല കേട്ടോ. ഞാൻ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു അവന്. കാരണം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഉടുപ്പൂരി നനയ്ക്കാൻ വേണ്ടി ഇതാ സൈഡിലോട്ട് ഇട്ടു. എന്നിട്ട് അവൻ്റെ ഒന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടവലൊക്കെ ഇട്ട് മൂടി കേട്ടോ. ഇനി അപ്പുക്കുട്ടനെ കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് വരാം.
കുളിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിലിന്റെ മണ്ടയ്ക്ക് കിടന്ന് 4 ചാട്ടമൊക്കെ ചാടും കേട്ടോ. എന്നെ പേടിയായോണ്ടാണ് ഒരുപാട് ചാടാത്തത്. ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവുകയാണെങ്കിൽ കിടന്ന് പട്ടേന്ന് അവൻ ചാടും. അങ്ങനെ അവന് പാൻറ്റെല്ലാം ഇടിയിപ്പിച്ചു. അപ്പം വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് അവൻ യെല്ലോ കളർ ഡ്രസ്സാട്ടോ ഇന്ന് ഇടേണ്ടത്. അപ്പോൾ ആണെങ്കിൽ എനിക്ക് മാറിപ്പോയി, ഇത് പഴയ ഡ്രസ്സായിരുന്നു. അതുകൊണ്ട് ഇടാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പഴയ ഡ്രസ്സാണ്. പിന്നെ ഞാൻ മുകളിൽ പോയി മാറ്റി അവന് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നേരെ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് അവനുള്ള ആഹാരമൊക്കെ എടുത്തു വെച്ച് കേട്ടോ. യഥാർത്ഥത്തിൽ ആഹാരം കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ ദോശയും മീൻകറിയും മതി എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു വെച്ച് കൊടുത്തു. കൂടെ ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. ചോറ് എന്നെ കൊണ്ട് തിരിച്ച് മാറ്റിച്ച് ദോശ ഒപ്പിച്ചു. ദോശയും കറിയും ഇനി വെള്ളവും കൂടെ എടുത്ത് വെക്കട്ടെ. എന്തുവാ ഐ ഡി കാർഡ് എടുത്തിട്ടോ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇൻ ചെയ്യാതെ വരുന്നത്. ഒത്തിരി പേര് ഇൻ ചെയ്യാതെ അങ്ങനെ അപ്പുക്കുട്ടന് ഞാൻ പെൻസിൽ തപ്പു കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങി വെച്ചിരുന്നതാണ്. ഇവൻ ചെത്തി തീർത്തു. അതുകൊണ്ട് എക്സാമിന് പോകുമ്പോൾ ഫുള്ള് വലിയൊരു പെൻസിൽ അവൻ്റെ കയ്യിൽ കൊടുക്കാനില്ലായിരുന്നു കേട്ടോ. എല്ലാ പെൻസിലും എന്താ ഇതുപോലെ ചെത്തി തീർത്ത് വെച്ചേക്കാണ്. അപ്പോൾ അപ്പു എന്നോട് പറഞ്ഞു, അമ്മ ഒരു വലിയ പെൻസിൽ ഞാൻ ഇനി കടയിൽ പോയി എങ്ങനെ വാങ്ങാനാ? സോ ഇത്രയുള്ള പെൻസിലുകളാണ് കേട്ടോ കൊടുത്തു വിടുന്നത് അവൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. വന്ന് നിൽക്കുന്ന കണ്ട അവിടെ അവന് ലക്ഷ്മണരേഖയാണ്, അതിനപ്പുറത്തോട്ട് കയറിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇവക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുമെന്ന്. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെ ആവുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടമല്ല, പക്ഷേ നമ്മൾ പതുക്കെ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ഒരു വികാരം ഉണ്ടല്ലോ, അതാണ് എനിക്ക് പൂച്ചക്കുട്ടികൾ. ഇവിടെ സീച്ചേട്ടനായാലും എല്ലാവർക്കും ഇപ്പോൾ അതുപോലെ തന്നെയാണ്. കുറച്ചധികം ദിവസം ആയല്ലോ അപ്പുക്കുട്ടൻ അവധിയല്ല, അവനെ ഞാൻ വീട്ടിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ അവനെ സ്കൂളിൽ വിട്ടിട്ട്. അപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് അമ്മ അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോയെന്ന് എന്നോട് നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പുക്കുട്ടന് ഞാൻ കാലിൽ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഈ വർഷം അവസാനം ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അവന് ഷൂ ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്, കാല് വളർന്നതായിരിക്കാം. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ബസ് വരാൻ സമയമായി മോനേന്നും പറഞ്ഞ് ഞാനും അപ്പുക്കുട്ടനും കൂടെ ഇറങ്ങുകയാണ്. അങ്ങനെ ബസ് കയറാൻ വേണ്ടി വന്ന് നിന്ന് കേട്ടോ. കുറച്ചധികം ദിവസമായി അപ്പുക്കുട്ടൻ സ്കൂളിൽ പോയിട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെയാണ് വന്നത്. അവിടെ വന്നപ്പോൾ അമ്മ എൻ്റെ കാലിൻ്റെ ഷൂവിൽ എന്തോ എനിക്ക് കല്ല് കയറി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് നോക്കട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ ബസ്സിൽ കയറി ഇരുന്നിട്ട് നോക്കിക്കോളാമെന്ന് വിചാരിച്ചു. പിന്നെയും ബസ് താമസിക്കുന്നതുകൊണ്ട് അപ്പുക്കുട്ടൻ പറഞ്ഞു എങ്കിൽ അമ്മ എൻ്റെ കാലിലൊന്ന് നോക്കാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവൻ്റെ കാലിൽ സോക്സൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പിടിച്ചിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടിരുന്നു. അപ്പോൾ വേറൊരു ബസ് തിരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സൈഡിലോട്ട് മാറി നിന്ന്, പക്ഷെ അത് പെട്ടെന്ന് തിരിച്ചിട്ടങ്ങ് പോയി. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുക്കുട്ടൻ്റെ ബസ് വന്നു. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇത് നമ്മുടെ ഷീജാൻറ്റിയുടെ വീട്ടിലെ ചെടിയാണ് കേട്ടോ. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ തൈ 2 എണ്ണം വാങ്ങിച്ച് നമ്മുടെ ആ ഒരു ബാക്കിലത്തെ ഗ്രില്ലിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പടരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയും പിന്നെ ഇതിനൊരു മണമുണ്ട് കേട്ടോ. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒരുപാട് തേനീച്ചകളും ഒക്കെ ഇതിന് ചുറ്റും പറക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. വീടിനകത്തോട്ട് കയറാൻ പോയപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന തുളസിക്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ പൂ വന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് കുറേ നാളും കൂടി ഇങ്ങനെ ഇത് നിൽക്കണമെങ്കിൽ
ഉണ്ടെങ്കിൽ ആ പൂവൊക്കെ നുള്ളി പറിച്ച് കളയണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ പൂവെല്ലാം അങ്ങ് നുള്ളി പറിച്ചെടുത്ത് കേട്ടോ. ഇല്ലെങ്കിൽ അത് ഈ നിൽക്കുന്ന തുളസി ഉണങ്ങിപ്പോയിട്ട്, തുളസി ഉണങ്ങിപ്പോയിട്ട് അവിടെ എല്ലാം കുഞ്ഞി കുഞ്ഞി തൈകൾ കിളിക്കും. എനിക്കിപ്പോൾ ഈ നിൽക്കുന്ന തുളസി മതിയായതുകൊണ്ട് ഞാൻ ആ പൂവെല്ലാം അങ്ങ് നുള്ളി കളഞ്ഞു കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ ഗേറ്റ് തുറന്ന് കയറി ഗേറ്റൊക്കെ കുറ്റിയിട്ടു. ഇനി ചെടിക്ക് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ചെറിയ അപ്പുക്കുട്ടൻ്റെ പരീക്ഷ ദിവസമായിട്ടുള്ള ഒരു മോർണിംഗ് വ്ലോഗ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും താഴെ കമൻസിലൂടെ എന്നെ അത് അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു, ലവ് യു ഉമ്മ.